الحمد لله الواحد القهار والعزيز الجبار كبير الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن الله يحب التوابين ويحب المتطهرين ആദരണീയരായ ബഹുമാന്യരായ സത്യവിശ്വാസികളെ എല്ലാം സൃഷ്ടിക്കുകയും നമുക്ക് ആവശ്യമായ റിസ്ക് നൽകുകയും നമ്മുടെ സ്വകാര്യതകളെല്ലാം അറിയുന്ന രഹസ്യപരസ്യമായി നമ്മുടെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യവാനായ അല്ലാഹുവിന്റെ അതിവിശാലമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും അവന്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ടും നിരോധനങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയും നല്ല ഒരു മുസ്ലിമായി മുസ്ലിഹായി മുത്തഖിയായി ജീവിക്കുവാനും നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സ്വർഗത്തിന്റെ സന്തോഷകരമായ ജീവിതം നൽകുന്ന ദുനിയാവിലെ ഒരു നല്ല മുഅ്മിനിന്റെ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിലെ സഫുകൾ നീ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ മുൻപിലെ ഭാഗങ്ങൾ പൂർത്തിയാക്കുക. പലരും നമ്മുടെ പള്ളിയിൽ അല്ലെങ്കിൽ ഏതൊരു പള്ളിയിലും ജുമാക്ക് വരുന്ന സമയത്ത് കയറി വരുന്ന വാതിലിൽ നിന്ന് എവിടെയാണോ ഒരു സ്ഥലം കണ്ടതെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു മനോഭാവത്തിലായിരിക്കും. അതിനു പകരം എനിക്ക് ഏറ്റവും മുൻപിൽ എവിടെ കയറിയിരിക്കാൻ പറ്റും, ഇമാമിന്റെ എത്ര അടുത്തേക്ക് എത്താൻ പറ്റുമെന്നാണ് നമ്മൾ ഒരു പള്ളിയിൽ കയറിയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചാണ് നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുന്നത്. പലരും മുൻപിൽ മറയില്ല, ഒന്നുമില്ല, ഒഴിഞ്ഞ് എവിടെയെങ്കിലും പോയി നമസ്കരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ചിലർ നമസ്കരിക്കുന്ന അവസ്ഥ ഇല്ലാതെ വന്നപാട് ഉദവുണ്ടാക്കി വന്ന് പള്ളിയിൽ വന്ന് ഇരിക്കുന്ന ആളുകളെയും കാണുന്നുണ്ട്. പലപ്പോഴായി ഹുതുബയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചാണ് നാം ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇടത് കൈ പിറകിലേക്ക് വെച്ച് ഒരല്പം ഉറക്കം വന്ന് അതിങ്ങനെ ചാരി ഇരുന്ന ഉറക്കത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി ചിലപ്പോഴൊക്കെ കൂർക്കമ്പലി മറ്റുള്ളവർക്ക് ശല്യമാകുന്ന അവസ്ഥയിലേക്ക് വരുന്ന കാഴ്ചകൾ പല പള്ളികളിലും പറയാറുണ്ട്. നമ്മുടെ ഒരു വല്ലാത്ത അറ്റൻഷൻ, ശ്രദ്ധ ആവശ്യമുള്ള മേഖലയാണ് ജുമാ ഖുത്ബകൾ എന്ന് പറഞ്ഞത്. നിങ്ങൾ അല്ലാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് വേഗത്തിൽ വരണം, ഖുത്ബ ശ്രദ്ധിക്കണം, അവിടെയുള്ള നമസ്കാരത്തിൽ കൃത്യത ഉണ്ടാകണം. എന്തെല്ലാം കൽപ്പനകൾ, സാരോപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോയാൽ, മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് നഷ്ടങ്ങൾ പലതുമുണ്ട്.
അപ്പൊ നമ്മൾ ഇന്ന് നമസ്കാരത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഒരാളുടെ നമസ്കാരത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. ഹദീസ് വിശദീകരിച്ച് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അത്വഹൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ വുദു ആണ്. ഈമാനിന്റെ പകുതി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരാണ്. നിസ്കാരത്തിന്റെ പകുതി ഈമാൻ, അത് ഉദ്ദേശിക്കുന്നത് വുദു ആണ്. നമ്മൾക്ക് ജീവിതത്തിൽ എത്ര തവണ ഓതുണ്ടാക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ആ വുദുവിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? കേവലം വന്നിങ്ങനെ വെള്ളം തട്ടിയതല്ലാതെ അതിനെന്തെങ്കിലും പ്രത്യേകത നമുക്ക് തോന്നിയിട്ടുണ്ടോ? വെറും നിമിഷങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് വുദു ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് നമുക്കറിയോ? വുദുവിന് ലഭിക്കുന്ന പ്രതിഫലം മനസ്സിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ജുമുഅക്ക് വന്ന് ഇരുന്നതിന്റെ പൂർണ്ണത ഭരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞാല് നമ്മൾ എത്ര വലിയ ഗൗരവത്തോടെയാണ് അതിൽ കാണുക. അതുപോലെയാണ് വുദുവിന്റെ ഒരു ഫضل മനസ്സിലാക്കിയാല് നമ്മൾ പിന്നെ വുദു നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് കിട്ടുന്ന ഒരു ചാൻസ് നമ്മൾ കളയൂല എന്ന് പറഞ്ഞത്. ഇമാമിങ്ങളായ പല പ്രമുഖന്മാരായ പണ്ഡിതന്മാരും കിതാബുകൾ എഴുതുമ്പോൾ നമസ്കാരത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന വുദുവും അനുബന്ധമായ കാര്യം തുഹൂറാണ് പഠിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ സവിശേഷത പറയാണ്, ലാ യുഹാഫിദു അലൽ വുദൂഇ ഇല്ലാ മുഅ്മിനുൻ. ഒരു സത്യവിശ്വാസിയല്ലാതെ വുദൂ നിലനിർത്തുകയില്ല. എപ്പോഴും വുദൂ ഉണ്ടായിരിക്കണമെന്ന ചിന്താഗതി ഒരു മുഅ്മിനിനല്ലാതെ നിലനിർത്താൻ കഴിയൂല. ഈമാനുള്ള മനുഷ്യരാണെങ്കിൽ അവർ സദാ സമയങ്ങളിൽ ആ കാര്യം ശ്രദ്ധിക്കുന്നവരായിരിക്കും. പരലോക കോടതിയിൽ അല്ലാഹുവിന്റെ അടുത്ത് ഈ ഉമ്മത്തിലെ മനുഷ്യന്മാർ വരുമ്പോ അവർ നബി തങ്ങളുടെ ഉമ്മത്താണ് എന്ന് തിരിച്ചറിയുന്നത് വുദൂഇന്റെ അവയവങ്ങൾ തിളങ്ങുന്നവരായിട്ടാ വരിക. അത്രക്ക് സവിശേഷത കൊടുത്തു. ഇന്ന ഉമ്മതി യുദ്ഉന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ സമുദായം വിളിക്കപ്പെടും. എങ്ങനെയാ? ഖുർറം മുഹജ്ജലീന മിൻ ആഥാരിൽ വുദൂഇ, വുദുവിന്റെ അവയവങ്ങൾ ഇങ്ങനെ തിളങ്ങി പ്രശോഭിക്കുന്നതായിട്ടാണ് അവർ വരിക. ആർക്കെങ്കിലും തന്റെ വുദുവിന്റെ അവയവങ്ങൾ പ്രകാശങ്ങൾ അധികരിക്കാൻ കഴിയുമെങ്കിൽ അവൻ അത് ചെയ്തു കൊള്ളട്ടെ. അല്പം കയറ്റി കഴുകിക്കോ, കാലൊക്കൊന്ന് അല്പം കയറ്റി കഴുകിക്കോ, കറക്റ്റ് ബൗണ്ടറി നിർത്തണ്ട. നിന്റെ അവയവങ്ങൾ കൂടുതൽ തിളങ്ങാൻ ആവശ്യമാണെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അത് ചെയ്യട്ടെ എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുദുഇന്റെ രൂപം പഠിപ്പിച്ചു കൊടുത്തു, വുദുഇന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഒരു പ്രതിഫലനം ജീവിതത്തിൽ വരാൻ ചില കാര്യങ്ങൾ അയാൾ ബോധ്യമുള്ളവനാകണം. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. തീർച്ചയായും അല്ലാഹു രണ്ടാളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന്, തന്റെ മനസ്സിന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും കറ കഴുകി കളഞ്ഞ് ശുദ്ധീകരിക്കുന്ന, തൗബ ചെയ്യുന്ന, പശ്ചാത്തപിക്കുന്ന മനുഷ്യന്മാരെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. പാപത്തിൽ ഉറച്ചു നിൽക്കരുത്, പാപങ്ങളെ തെറ്റുകളെ ന്യായീകരിക്കരുത്, പാപങ്ങൾക്ക് പിന്തുണ കൊടുക്കരുത്. പാപങ്ങളിൽ നിന്ന് പശ്ചാത്തലിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ള വിഭാഗത്തിന്റെ അടയാളമാണ്. അതുപോലെ ശരീരം ശുദ്ധീകരിക്കുന്നവരെയും അല്ലാഹുവിന് ഇഷ്ടമാണ്. കുളിക്കുന്നവരെ, ഉതുണ്ടാക്കുന്നവരെ, വൃത്തി സൂക്ഷിക്കുന്നവരെ, അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവർ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. മറ്റൊരു ഹദീസിൽ അല്ലാഹുക്ക് മൊത്തത്തിൽ ഒരാൾ ഭംഗിയായി നടക്കുന്നത് ഇഷ്ടമാണ്. ചീകി ഒതുക്കിയ മുടി, താടിരോമങ്ങൾ ചീകി ഒതുക്കുന്നു, വെട്ടേണ്ട സമയത്ത് മുടി വെട്ടുന്നു, നഖം വെട്ടേണ്ട സമയത്ത് നഖം വെട്ടുന്നു, കൈകാലുകൾ വൃത്തിയാക്കുന്നു, വസ്ത്രം വൃത്തിയാക്കുന്നു, ആളുകൾക്കിടയിൽ ഒരു മാന്യമായ വേഷവിധാനത്തോടെ ജീവിക്കുന്നു. അല്ലാഹുക്ക് അങ്ങനെയുള്ളത് ഇഷ്ടമാണ്. ലോകത്ത് മറ്റാരുടെ ഇഷ്ടത്തെക്കാളും വലുതാണ്
അള്ളാന്റെ ഇഷ്ടമെങ്കിൽ അത് കിട്ടുന്ന 2 ഗുണമാണ് അവിടെ പഠിപ്പിച്ചത്. നമ്മളൊക്കെ സ്വർഗത്തിലെത്താനെന്ന് ആഗ്രഹിക്കുന്നവരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായി പറയാ, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും. ഹജ്ജ് ചെയ്യാൻ പൈസക്കാർക്ക് പറ്റൂ, നോമ്പ് നോക്കാൻ ആരോഗ്യമുള്ളവർക്കേ പറ്റൂ, സകാത്ത് കൊടുക്കാനുള്ള സവിശേഷമായത് അവന്റെ അവസ്ഥ എത്തിയവർക്കല്ലത് കഴിയൂ. എന്നാൽ ഇനി പറയുന്ന കാര്യം ആർക്കും ചെയ്യാൻ പറ്റും. മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഉണ്ടാക്കുന്നു, കയ്യും കാലം കഴിക്കാൻ പോരാ, വുദു ഉണ്ടാക്കുന്നു, അവന്റെ വുദു നന്നാക്കുന്നു. ശരിക്കും കഴുകേണ്ടത് ആദ്യം കഴുകണം, പൂർണ്ണമാക്കണം. താടി രോമങ്ങൾക്ക് തിക്കൊക്കെ അകറ്റി കഴുകണം. അങ്ങനെ പൂർണ്ണമായ വുദു ശരിയാക്കി വുദു ഉണ്ടാക്കിയാൽ എവിടെ വെച്ചും നമുക്ക് 2 റക്അത്ത് നമസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുകയും ചെയ്താൽ അല്ലാഹുവിലേക്ക് മുഖവും ഹൃദയവും തിരിച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഇല്ലാ വജബത് ലഹുൽ ജന്ന, സ്വർഗ്ഗം അവന് നിർബന്ധമാകാതിരിക്കില്ല. ഈ സദസ്സിൽ ഇരിക്കണ ആർക്കാണ് പറ്റാത്തത്? ഇവിടെ നമുക്ക് പറ്റാത്തത് ഏതാണ്? ഈ ഹദീസിൽ വന്നിട്ടുള്ളത് വുദു ഉണ്ടാക്കുക, അല്ലാഹുവിലേക്ക് ഇഖ്ലാസോടെ മുഖം തിരിച്ചുകൊണ്ട് 2 റക്അത്ത് വുദുവിന്റെ സുന്നത്ത് നിസ്കരിക്കുക. എത്ര സൗകര്യമുണ്ട്! എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലടി ശബ്ദം സ്വർഗ്ഗത്തിൽ നേരത്തെ കേട്ടതായി നബി തങ്ങൾ പറയാണ്. സ്വഹാബത്ത് വന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന, ബിലാലേ, നിങ്ങളുടെ കാലടി ശബ്ദം സ്വർഗ്ഗത്തിൽ ആദ്യമായി കേൾക്കുന്നതായി, നേരത്തെ കേൾക്കുന്നതായി നബി തങ്ങൾ പറയുന്നുണ്ടല്ലോ, അതെന്താണ് കാരണം? അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല, എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ എപ്പോഴും തുഹൂറാകാൻ ശ്രദ്ധിക്കും, വൃത്തിയുള്ളവനായി ശുദ്ധിയുള്ളവനാകാൻ ശ്രമിക്കും. രാത്രിയായാലും പകലായാലും ആ ശുദ്ധിയോടെ വുദുവോടെ ഞാൻ എപ്പോഴും 2 റക്അത്ത് നിസ്കരിക്കും. എനിക്ക് നമസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ട ആ നമസ്കാരം ഞാൻ നിർവഹിക്കും. അതിനേക്കാൾ വലിയ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ സുന്നത്ത് നമസ്കാരത്തിന്റെ സവിശേഷത അറിയാത്തവരാണോ നമ്മൾ? കേൾക്കാത്തവരാണോ? ഇത് മഹത്തരമായി നമ്മുടെ വീടുകളിലുള്ള സഹോദരങ്ങളോടും ഒരു സഹോദരിമാരോടും പറഞ്ഞു കൊടുക്കുക. സ്വർഗത്തിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? സ്വർഗത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ? 8 കവാടങ്ങളാണ് അതിന് മേന്മയേറിയ കവാടം. ഒരു കവാടത്തിന്റെ ഒരു വാതിലിൽ നിന്ന് അതിന്റെ മറ്റൊരറ്റത്തേക്ക് കടന്നു പോകാൻ 3 ദിവസക്കാലത്തെ സുദീർഘമായ യാത്രയുണ്ടെങ്കിലാ പറ്റും. അത്രക്ക് വിശാലമായ സ്വർഗത്തിന്റെ കവാടം, 8 കവാടം. ആ 8 കവാടത്തിലൂടെയും എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയൂല. എന്നാൽ ഈ പറയുന്ന നന്മ ചെയ്താൽ അവൻക്ക് 8 കവാടത്തിലും പ്രവേശിക്കാനുള്ള അനുമതി കൊടുക്കും. അത് പൂർണ്ണമായി ഉണ്ടാക്കുക. 2-3 ഹദീസായി പറയുന്നു, പൂർണ്ണമാക്കുക. ഇവിടെ വരുന്ന പല ആളുകളുടെയും ഒതു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? കാല് പൈപ്പിന്റെ താഴെ കാണിക്കുന്നുണ്ട്, കാല് കഴുകിയിട്ടുണ്ടോ? ചളി കളഞ്ഞിട്ടുണ്ടോ? തലമുടി തടവുക എന്ന ഒന്നുണ്ട്, തല തടവുക എന്ന ഒന്നുണ്ട്. ശരിക്കും തടവുന്നുണ്ടോ? മുടിന്റെ 3 അറ്റം ഇങ്ങനെ തട്ടിപ്പോകുന്നുണ്ട്. ചെവി തടവുക എന്ന ഒന്നുണ്ട്, അത് ഇങ്ങനെ ഒരു കുടഞ്ഞങ്ങോട്ട് പോകുന്നുണ്ട്. പൂർണ്ണത ഉണ്ടോ? ഹദീസിൽ പറഞ്ഞു, പൂർണ്ണത ചെയ്താൽ എന്നിട്ട് അവൻ ഈ പറയുന്ന പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാൽ, ഉണ്ടാക്കി നേരെ ചാടി കളിച്ചിട്ട് അത് പഠിക്കുന്നത് ശേഷം പ്രാർത്ഥന ഉണ്ട്. ഞാൻ എപ്പോഴാണ് നിസ്കരിക്കാൻ പറ്റില്ല? അസറിന്റെ ഭാസ്കരിക്കാൻ വരുന്നത് മഗ്‌രിബ് വാങ്ങുക നേരത്താണ്. മഗ്‌രിബ് നിസ്കരിക്കാൻ വരുന്നത് ഇശാഇന്റെ പള്ളിയിൽ ഇമാമ വാങ്ങ് കൊടുക്കാൻ പോകുമ്പോഴാണ്. എന്നിട്ട് മുമ്പിൽ ക്ലോക്ക് നോക്കി അന്തം വിട്ടിട്ട് നോക്കണം. അപ്പോഴല്ലേ നോക്കണ്ടേ? അതൊക്കെ നേരത്തെ വാങ്ങ് കൊടുക്കുന്ന സമയത്ത് ഈ നാട്ടിലെ ആൾക്കാരത്ത് നമ്മൾ നിരുത്തരവാദിത്വപരമായിട്ടാണ് നിസ്കാരത്തിന് കാണുന്നത്. നിങ്ങൾ ഒരു ദിവസം ഈ പള്ളിന്റെ വാതിൽക്ക് വന്നിരിക്കും, നിങ്ങൾക്ക് ബോധ്യപ്പെടും ആളുകളുടെ നിസ്കാരത്തിലുള്ള മടിയും അലസതയും അശ്രദ്ധയും എത്ര വലുതാണെന്ന് ഗൗരവത്തോടെ ബോധ്യപ്പെടും. ഒരു കുസലുമില്ലാതെ ഒന്ന് നമസ്കരിക്കും. എന്തിനേറെ ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോൾ പോലും ബാക്കിൽ നിന്ന് ഒറ്റയ്ക്ക് വന്ന് നിസ്കരിച്ചു പോണ മനുഷ്യന്മാരെ നമ്മുടെ നാട്ടിലുണ്ട്.
ഈ നിലക്കുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ഉമ്മത്ത് മാറിയത് എപ്പോഴെന്നറിയോ? അറിവില്ലായ്മ തലക്ക് പിടിച്ചപ്പോ. സുഹൃത്തുക്കളെ നോക്കി, ഹദീസിൽ പറയാണ് വുളൂഇന്റെ ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു, ഇതും പറഞ്ഞാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ, 8 സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ്. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, അവൻ ഉദ്ദേശിച്ചതിലൂടെ അവന് പ്രവേശിക്കാനുള്ള അനുമതി കൊടുക്കും. ഒരു വല്ലാത്ത ഭാഗ്യവാനാണത്. അവിടേക്ക് എത്തണം, ആഗ്രഹിക്കണം. ഇനി ഹദീസുകൾ നിങ്ങൾ വായിക്കാറുണ്ടെങ്കിൽ ആ ദിക്റിന്റെ പ്രാർത്ഥനയിൽ ഒന്നുകൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീൻ സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. ഇങ്ങനെ കൂടി ഉണ്ട്. ഇതുകൂടി പറഞ്ഞ അത് ഫുള്ളായി. അപ്പൊ ചോദിക്കുന്നത് നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനൊന്നും പണ്ടാരും പറഞ്ഞിട്ടില്ലല്ലോ. പണ്ട് കേട്ടാലും പിന്നെ കേട്ടാലും ഒരു ഇൽമ എപ്പോ കിട്ടിയാലും അത് സ്വീകരിക്കാം. മുമ്പ് പഠിച്ചില്ലല്ലോ, മുമ്പ് അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കണ്ട. അത് ഇപ്പൊ കിട്ടിയതാണെന്ന് വിചാരിക്കുക, സ്വീകരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിലൂടെ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു പ്രത്യേക ദറജ കൊടുക്കുന്ന ചില മനുഷ്യരുണ്ട്. പടച്ചോൻ ദറജ കൊടുക്കുക, പദവി ഉയർത്തി കൊടുക്കുക. അലാദുല്ലുക്കും അലാമാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, അല്ലാഹു ചില മനുഷ്യരുടെ പാപം പുറത്തു കൊടുക്കും. ഞാൻ അവരെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വയർഫഉ ബിഹി ദറജാത്ത്, അല്ലാഹു ചില മനുഷ്യരുടെ ദറജകൾ ഉയർത്തി കൊടുക്കും. ഞാൻ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? സഹാബത്ത് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, അറിയിച്ചു തരൂ. നബി പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരി, നല്ല പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും വുദൂഇന്റെ അവയവങ്ങൾ പൂർണ്ണമാക്കുക. നല്ല തണുപ്പ് ഉണ്ടാക്കാൻ പറ്റിയൊരു മൂടനെ വരുന്നില്ല, അപ്പോഴും ആ വുദൂ കൃത്യമായി ചെയ്യുന്നവൻ. അങ്ങനെയാണ് പള്ളിയിലേക്കുള്ള നടത്തം അധികരിപ്പിക്കുന്നവർ. നടത്തം കുറഞ്ഞൊരു കാലമാണ്. പണ്ടില്ലാതെ ഈ വീട്ടിൽ നിന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് പോകാത്തവരാണ് നമ്മൾ രോഗത്തിന്റെ കാരണങ്ങളൊന്നും അധികം അറിഞ്ഞു തിരിയേണ്ട. പഴയ കാലത്ത് നിന്ന് നമുക്ക് വന്ന വലിയ മാറ്റാണ്. നടക്കാൻ നമ്മുടെ തോന്നലുകൾക്ക്, ചെറിയ സെക്കൻഡുകൾക്ക് പോലും നടക്കാനുള്ള നമ്മുടെ വിമുഖത. പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെ ദറജയാണ് പഠിപ്പിച്ചത്. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം വരെ കാത്തിരിക്കുക. ദറജ കൂടും, പാപം പൊറുക്കപ്പെടും, വലിയ പദവികൾ അവന് ലഭിക്കപ്പെടും. നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ കൊടുക്കുന്നതാക്കാം. ഈ ഉമ്മത്തിലെ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്ത് പ്രവേശിക്കുന്നു പറഞ്ഞ ആളുകൾക്ക് കൊടുക്കുന്ന വെള്ള, ഫഇന്നഹും യഗ്തൂന യൗമൽ ഖിയാമ, അന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കാൻ അവർ വരും. ഖുർറൻ മുഹജ്ജലീന മിനൽ വുദൂ, ശരീരത്തിന്റെ വുദുവിന്റെ 7 അവയവങ്ങളിൽ തിളക്കമുള്ളവരായിട്ടാണ് അവർ വെള്ളം കോരിയെടുക്കാൻ വരിക. ആ തിളങ്ങുന്ന അവയവങ്ങളുമായി വരുന്നവരെ ഹൗദിന്റെ ചാരത്ത് ഞാൻ കാത്തിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മനുഷ്യരെ, നമുക്ക് പടച്ചോൻ തന്നിരിക്കുന്ന നല്ല ഈ ചാൻസ് ഒരിക്കലും ഒരു മടുപ്പില്ലാതെ വൃത്തിയായി അതിന്റെ നിയ്യത്തോടെ പൂർത്തിയാക്കുക. വലിയ ദറജകൾ പഠിപ്പിച്ചു. മൻ തബഖറ ഫീ ബൈതിഹി, ചിലരൊക്കെ അറിയാഞ്ഞിട്ടാണോന്നറിയില്ല, പള്ളിയിൽ വന്നാണ് ഓതുണ്ടാക്കുന്നത്. തെറ്റായ കാര്യമില്ല. ഒന്നുകൂടി ശക്തമായ സുന്നത്തിലേക്ക് അവന് കിട്ടാനുള്ള വഴിയാണ് വീട്ടിൽ നിന്ന് ഓതു ഉണ്ടാക്കി പള്ളിയിലേക്ക് പുറപ്പെടുക. ചിലപ്പോൾ കച്ചവടക്കാരും യാത്രക്കാരൊക്കെ ഉണ്ടാവും, പറ്റിക്കൊള്ളുന്നില്ല. എന്നാൽ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നവർ മൻ തതഹറ ഫീ ബൈതിഹി, വീട്ടിൽ നിന്ന് വുദൂഓടെ പുറപ്പെട്ടു. സുമ്മ മശാ ഇലാ ബൈതില്ലാഹ്, അല്ലാഹുവിന്റെ വീടുകളിലേക്ക്, പള്ളികളിലേക്ക് നടന്നുകൊണ്ട് പോയി. ലിയഖദിയ ഫരീദതൻ മിൻ ഫറായിദില്ലാഹ്, അല്ലാഹു നിർബന്ധമാക്കിയ ഫർദ് നിർവഹിക്കാൻ. എന്താ ഗുണം? കാനത് ഖത്വതഹാ ഇഹ്ദാഹുമാ തഹുദ്ദു ഖതിയാ, ഒരു കാൽപാദം അവന്റെ പാപങ്ങൾ മായ്ക്കുന്നുണ്ട്. വല്ലുഹറാ തർഫഉ ദറജ, മറ്റൊരു കാൽപാദം അവന്റെ ദറജ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ചെറുതല്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ബോധ്യങ്ങൾ, ഈ പ്രതിഫലങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ തവല്ലഹ ഹക്കദ, ഇങ്ങനെ ഒന്നിനെ ഫുള്ള് അങ്ങ് കാണിച്ചു കൊടുത്തിട്ട് ആരെങ്കിലും ഇങ്ങനെ ഒന്നുണ്ടാക്കിയാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും. വുദൂയിലൂടെ നമ്മുടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോ നഖത്തിനിടയിലൂടെ, വിരലിന്റെ ഇടയിലൂടെ നമ്മുടെ പാപങ്ങൾ കുറച്ചൊക്കെ എഴുതി തരുന്നതാണ്. എത്ര വിശാലമായിട്ടാണ് ഹദീസുകളൊക്കെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നമുക്ക് ആ ബോധം ഉണ്ടാവണം, അറിവുണ്ടാവണം, മനസ്സിലാക്കണം. ഇനി ഇത് മാത്രമല്ല, നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് നിസ്കരിക്കാവുന്നുണ്ടാക്കുക. നിസ്കാരത്തിന് മാത്രമല്ല, നമുക്ക് നമ്മുടെ ജോലി ചെയ്യുന്നിടത്ത് ഉണ്ടാവുന്നത് സുന്നത്താണ്. നമ്മൾ യാത്ര പോകുമ്പോൾ ഉണ്ടാക്കുന്നത് സുന്നത്താണ്. എപ്പോഴും ഒരു മനുഷ്യൻ പോലെ ജീവിക്കുന്നത് സുന്നത്ത് അറിയാലോ. ഉറങ്ങാൻ കിടക്കുമ്പോ ഒന്നുമില്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ടെന്ന് ശ്രദ്ധിച്ചു. നമ്മുടെ നാട്ടിൽ ഇന്ന് ഉറക്കം എന്ന് പറഞ്ഞ സംഭവം സമയം തെറ്റി കിടക്കുന്നവർ, ഉറക്കത്തിന്റെ കാര്യത്തിൽ അതിന്റെ അധികാരികൾ പാലിക്കാതെ പോയവർ, ഉറക്കം എന്ന അനുഗ്രഹത്തെ ഒരു വിലയും കൊടുക്കാത്ത ആൾക്കാർ, അങ്ങോട്ട് ഫോണിൽ നോക്കിയോ വീഡിയോ കണ്ടോ എങ്ങനെങ്കിലും കിട്ടി പോയിട്ട് സ്ഥലത്ത് പോയി അങ്ങ് കിടന്ന് ഉറങ്ങി കിടക്കുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ ഉണ്ടാവരുത്. ഉറക്കം ഒരു ചെറിയ മരണമാണ്. പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ, പ്രാർത്ഥന പഠിപ്പിച്ച നബി പറയാണ്, അങ്ങനെ ഒരു മനുഷ്യൻ ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് അന്ന് മരിച്ചാൽ അവൻ ശുദ്ധ പ്രകൃതിയിൽ മരിച്ചവനാണ്. പക്ഷെ അതിന്റെ മുമ്പ് ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്. കിടപ്പറയിലേക്ക് പോകുമ്പോ ഉണ്ടാക്കണം, നിസ്കരിക്കാവുണ്ടാക്കണ പോലെ. ഉറങ്ങാൻ കിടക്കുമ്പോഴേ നിസ്കരിക്കാൻ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ട് ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കിടന്ന് മരിച്ചാൽ ശുദ്ധ പ്രകൃതിയിലാണ്. മനുഷ്യന്റെ കാര്യമാണ്. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങാൻ കിടന്നു, രാത്രിയിൽ എന്തോ പെട്ടെന്ന് ഉറങ്ങിൽ നിന്ന് എഴുന്നേറ്റു. അങ്ങനെ ഇരിക്കെ അവൻ പെട്ടെന്ന് എണീറ്റപ്പോ അല്ലാഹുവിനോട് ഖൈറിനെ ചോദിച്ചു, ദുനിയാവോ ആഖിറമോ ചോദിച്ചു പ്രാർത്ഥിച്ചാൽ ഇല്ല അവന് ചോദിച്ചത് കൊടുക്കും. പ്രാർത്ഥന ബുദ്ധിമുട്ട്. കിടക്കുമ്പോ കൂടെ കിടന്ന് പെട്ടെന്ന് എന്തോ എഴുന്നേറ്റപ്പോ 1-2 തവണ പ്രാർത്ഥിച്ചാൽ. ഒരു ഹദീസ് കൂടെ പറഞ്ഞ വിഷയം അവസാനിപ്പിക്കാൻ നമുക്ക്. നമ്മൾ രാത്രി കിടന്നുറങ്ങി, ഉറങ്ങുന്ന സമയത്ത് ശൈത്താൻ 3 വരിഞ്ഞു മുറുക്കിയ കെട്ടിയിട്ട് കിടക്കണേ നമ്മളെ. അതൊന്ന് ഊരി പോരണോ? ഒന്നാമത് ഉണ്ടാക്കിയാൽ ഒരു കെട്ടഴിക്കപ്പെടും. നമസ്കരിച്ചാൽ മറ്റൊരു കെട്ടഴിക്കപ്പെടും. ചൊല്ലിയാൽ മറ്റൊരു കെട്ടഴിക്കപ്പെടും. ഇതൊന്നും ചെയ്യാത്തവൻ ഈ കെട്ടും കൊണ്ടാണ് ദിവസം മുഴുവൻ കിടക്കുന്നത്. അവന്റെ മുഖത്ത് ആ ഉറക്കത്തിന്റെ ചടവുകളുണ്ട്, അവന്റെ മുഖത്ത് അലസതയുടെ അടയാളങ്ങളുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ഒരു നിഷ്ക്രിയനായ അവസ്ഥയിൽ മുന്നോട്ട് പോകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രഭാതം തന്നെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഫദ്ൽ നൽകിയിട്ടുള്ള, ശ്രേഷ്ഠത നൽകിയിട്ടുള്ള നന്മകൾ അറിഞ്ഞ് അത് പുണ്യം മനസ്സിലാക്കി ഒരു ഇഖ്ലാസോടെ അതൊക്കെ പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള മഹത്തരമായ തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയാദർശങ്ങളെ നെഞ്ചിലേറ്റി തഖ്വയുള്ള ജീവിതം നയിക്കണേ എന്നൊരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാർത്താമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ വാഹനാപകടങ്ങളുടെ ദുഃഖകരമായ വാർത്തകൾ കേട്ട് ഞെട്ടിയവരാണ് നമ്മൾ. കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ
പറഞ്ഞിട്ട് കുടുംബത്തിലെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കേണ്ടവരാണ് ഞാനുള്ളൂ. അതെല്ലാം മാറ്റിവെച്ചിരിക്കുക. പ്രിയപ്പെട്ട മക്കൾ, നോറ്റു വളർത്തിയ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ യാത്ര പോയി കയ്യിൽ നിന്ന് മക്കൾ നഷ്ടപ്പെട്ടവരുടെ ദയനീയമായ മുഖങ്ങൾ ആ മയ്യത്തിനെ കൊണ്ടുപോയി വെക്കുന്ന രംഗവും, ആശുപത്രിയിൽ ഉമ്മ പ്രിയപ്പെട്ട മക്കളുടെ മയ്യത്ത് കാണുന്ന രംഗമൊക്കെ നെഞ്ചിൽ തറച്ചവരാണ് നമ്മൾ. അല്ലാഹു എല്ലാവിധ അപകട ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർക്ക്, ഇവിടെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ജനാസകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, കുടുംബങ്ങൾ, അവർക്ക് അല്ലാഹു ക്ഷമയും ഈമാനും പ്രതിഫലവും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വാഹനം ഡ്രൈവറാണ് നമ്മൾ, ഒന്നുകിൽ ഡ്രൈവറുടെ ചാരത്തിരിക്കുന്നവരാണ്. വാഹനത്തിൽ കയറാത്തവരാരുമല്ല നമ്മൾ. കേരളത്തിന്റെ റോഡുകളിലും ഇന്ത്യ രാജ്യത്തെ റോഡുകളിലുമുള്ള വാഹനങ്ങളിലെ അപകടങ്ങളുടെ കണക്കുകൾ ഞെട്ടിക്കുന്ന കണക്കാണ്. കഴിഞ്ഞ 2024 മാത്രം 48,000 ആക്സിഡന്റ് ആണ് നടന്നത്. എന്താണ് നമ്മൾ ഉണരാത്തത്? ഇക്കഴിഞ്ഞ 2025 മാത്രം നടന്നിരിക്കുന്നത് ഏകദേശം 45,543 ആക്സിഡന്റ് കേസുകൾ നടന്നു. അതിൽ എത്ര മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു? പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ 2024-25 വാഹനങ്ങളിൽ 14,750 അപകടങ്ങൾ ഇരുചക്ര വാഹനക്കാരാണ്. മരിച്ചത് 2,340 പേരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ കണക്കുകളാണെങ്കിൽ ആ കണക്കുകളുടെ അകത്ത് നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ എണ്ണങ്ങളാണ് പറയുന്നത്. ഒരിക്കലും അവർ ഇതെന്റെ അവസാനത്തെ യാത്രയാണ്, ഈ സ്റ്റിയറിംഗ് തിരിക്കുന്ന ഈ തിരിക്കൽ എന്റെ ജീവിതത്തിൽ ഖബറിലേക്കുള്ള യാത്രയാണ്, ഈ വാഹനം അവസാനം എത്തുന്നത് എന്റെ ദുനിയാവിന്റെ ലാസ്റ്റ് നിമിഷത്തിലേക്കാണെന്ന് ഒരിക്കൽ പോലും ആ മനുഷ്യർ ചിന്തിച്ചിട്ടില്ല. നമ്മളും ഇതുപോലെ ഉണരണം. ഈ അടുത്ത് ഈ ഖുതുബക്ക് കയറുന്നതിന് മുമ്പ് ഞാനൊരു പോലീസുകാരനെ വിളിച്ച് ചോദിക്കണ്ടായി, നിങ്ങളുടെ കേസുകളിൽ ഇത്രയും അപകടങ്ങൾ വരുന്നതിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു കാരണം എന്താണ്? അദ്ദേഹം പറയാണ്, ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ അടുത്ത് വന്ന കേസുകൾ ലഹരിയിലും മദ്യത്തിലും ഉണ്ടായ അപകടങ്ങളാണ്. അയാൾ സ്വയം നശിക്കില്ല, റോഡിലൂടെ നടന്നു പോകുന്നവരെ, സുരക്ഷിതമായി വാഹനം ഓടിച്ചു വന്നവരെ, എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചു വരുന്നവരെ അങ്ങോട്ട് കയറി ഇടിച്ചു തകർക്കുന്നത് ഈ മദ്യത്തിന്റെ ലഹരികളുടെ കെടുതികളിലെ വലിയ അപകടങ്ങളാണ്. സ്വയം നശിക്കുന്നു, മറ്റുള്ളവരെ തകർത്ത് കളയുന്നു. രണ്ടാമത്തെ കാരണം അദ്ദേഹം പറയാണ്, അമിത വേഗതയാണ്. എന്റെ മുമ്പിൽ ഒരു വാഹനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ചിന്താഗതി. അതിങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പോകുമ്പോ കാണുന്ന ഒരു ത്രില്ലിംഗ്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് മനസ്സിനകത്ത് എഴുതി വെച്ച വാക്ക്, ആ ഓട്ടമുണ്ടല്ലോ, ആ അമിത വേഗതയിൽ കുതിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടം 1, 2, 3 മിനിറ്റ് നേരത്തെ എത്താൻ വേണ്ടിയല്ലേ, എത്തുമോ എന്നത് ചിന്തിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു 10-30 സെക്കൻഡ് സിഗ്നലിൽ കടക്കാൻ ക്ഷമയില്ലാത്ത ഡ്രൈവർമാരാണ്. ഒന്ന് സൈഡ് കൊടുക്കാൻ, ഒരു ആംബുലൻസിന് സൈഡ് കൊടുക്കാൻ മടി കാണിക്കുന്ന മനുഷ്യന്മാരാണ്. എന്തൊരു അവസ്ഥയാണ് ഡ്രൈവിംഗിലെ അക്ഷമ, ഡിസിപ്ലിൻ ഇല്ലായ്മ നമ്മുടെ നാടിന് വല്ലാത്ത ശാപമായി മാറുകയാണ്. മൂന്നാമത്തെ കാരണം ഉറക്കണം. വാഹനം ഓടിക്കുന്ന മനുഷ്യൻ ഉറങ്ങിയാൽ സംഭവിക്കുന്നത് ബാക്കിലിരിക്കുന്നവരുടെ ജീവനാണ്. പൈലറ്റ് വിമാനം ഓടിക്കാൻ വേണ്ടി മദ്യലഹരിയിൽ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുപോവുകയാണ്, പിന്നീട് അറസ്റ്റ് ചെയ്യണം. ഒന്ന് ആലോചിക്കും, ആ മനുഷ്യൻ ആ ഫ്ലൈറ്റ് ഓടിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തത്തിലേക്ക് ഒന്ന് ആലോചിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വിഷയത്തിൽ മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിത്യോന വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോ എന്റെ അവസാനത്തെ യാത്രയാകുമോ എന്നൊന്ന് മനസ്സിൽ ഒരു സെക്കൻഡ് നേരം ഇരുന്ന് ചിന്തിക്കുക. വീട്ടിലുള്ള ആളുകളോട്, പ്രിയപ്പെട്ടവരോട് നല്ലത് പറഞ്ഞ്, നല്ല വാക്ക് പറഞ്ഞ്, സന്തോഷത്തോടെ സലാം പറഞ്ഞ് പടിയിറങ്ങുക. എന്നും നമ്മുടെ അവസാന തീയതിയാകാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പ്രാർത്ഥിച്ച അപകടം വരൂല എന്നല്ലേ അർത്ഥം. ആ വാക്കിനൊരു പവറുണ്ട്. ഞാൻ അല്ലാഹനെ തവക്കുലാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. ഇനി സംഭവിക്കുന്നതിലെല്ലാം എന്റെ കൺട്രോളിൽ ഒന്നുമല്ലല്ലോ.
അള്ളാഹിനെ തവക്കുലാക്കിയിട്ടാണ് പോകുന്നത്. വാഹനത്തിൽ കയറുമ്പോഴും അല്ലാത്തപ്പോഴും അയാൾ ഓരോ നിലക്കും ആ കാവൽ തേടിയുള്ള പ്രാർത്ഥന, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. പെട്ടെന്നുള്ള വിപത്ത് ബാധിക്കാതിരിക്കാൻ വേണ്ടി പഠിപ്പിച്ച ദിക്റാണ്. വാഹനത്തിലേക്ക് കയറിയാൽ ഡ്രൈവറായാലും യാത്രക്കാരനായാലും ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ വലിയ കഴിവുള്ളവനാ തോന്നണ്ട, ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് തോന്നണ്ട. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 3 തവണ അങ്ങ് പറയാ. പിന്നീട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഈ വാഹനം എനിക്ക് കീഴ്പ്പെടുത്തി തന്നത് അല്ലാഹുവാണ്. ഇനി ഒരൽപ്പം നീണ്ടു നിൽക്കുന്ന യാത്രയാണെങ്കിൽ ഇതുകൂടെ പഠിച്ച് പ്രാവർത്തികമാക്കിയിട്ട് ചൊല്ലാൻ പഠിക്കരുത്. നബി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വാ. പടച്ചവനെ, ഈ യാത്ര ധോനി മാസത്തിന്റെ യാത്രയാക്കരുത്, യാതൊരു ഹറാമിന്റെ യാത്രയാക്കരുത്. ഇതൊരു പുണ്യത്തിന്റെ തഖ്വയുടെ യാത്രയാക്കണം. വമിനൽ അമലി മാ തർളാ, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ യാത്രയാക്കണം. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബഅദ. അല്ലാഹ്, ഈ യാത്രയിൽ ദൂരം ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണം, ഇതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ മാറ്റി തരണം. അല്ലാഹുമ്മ അൻത സ്വാഹിബു ബിസ്സഫർ. പടച്ചോനെ, നമ്മൾ എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും ഈ യാത്രയിൽ നീയാണ് എന്റെ കൂട്ടുകാരൻ. വൽ ഖലീഫതു ഫിൽ അഹ്ലി, ഞാൻ യാത്രയിലാണ്, എന്റെ മക്കൾ, എന്റെ ഭാര്യ, എന്റെ പ്രിയപ്പെട്ടവർ വീട്ടിലാണ്, കുടുംബത്തിലാണ്, അവിടുത്തെ ഖലീഫയും നീയാണ്. പിന്നെ പറയുന്ന വാക്ക്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഇഫാഇസ് സഫർ. അല്ലാഹുവേ, യാത്രയിലുണ്ടാകുന്ന കുടുസതകളിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുക. വകആബത്തിൽ മൻളർ, മോശപ്പെട്ട കാഴ്ചകൾ, രക്തം ചിന്തിയ മരണങ്ങൾ, ആക്സിഡന്റുകൾ ഒന്നും കാണാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ പറയുന്നത് മാത്രമല്ല, പടച്ചോൻ എന്റെ മുമ്പിൽ അങ്ങനത്തെ കാഴ്ചകൾ ഉണ്ടാകരുത്. കആബത്തിൽ മൻളർ വസൂഇൽ മുൻഖലബ്, മോശം മടക്കം എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കുടുംബത്തിലും സമ്പത്തിലും ഒരു മോശം പര്യവസാനം ഉണ്ടാക്കരുത് എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഓരോ യാത്രയിലും പാലിക്കണം. നല്ല ക്ഷമയോടുകൂടെ അശ്രദ്ധയില്ലാത്ത വാഹനങ്ങളായി നമ്മുടെ വാഹനങ്ങൾ മാറണം. മറ്റുള്ള ആളുകളുടെ മരണത്തിന്റെ കാരണക്കാരായി നമ്മൾ മാറാതിരിക്കണം. ഒരു ചെറിയ ആക്സിഡന്റ് മതി, എത്ര വർഷങ്ങൾ കിടക്കേണ്ടി വരും. പോലീസുകാർ പറയാറുണ്ട്, 40 സ്പീഡിൽ പോകുന്ന ഒരു വാഹനം ആക്സിഡന്റിലായാൽ 4 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണോട്ടമായി. അപ്പൊ 60-ലും 80-ലും 100-കളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി റൈസിംഗ് വാഹനങ്ങളിൽ പറപ്പിച്ചു പോകുന്ന ഒരുപാട് മക്കൾ അങ്ങനെ കാണുമ്പോൾ അവൻ ഏതോ വീഡിയോയിലും ഏതോ ചാനലിലും കണ്ട വീഡിയോ, അത് ഫുൾ സേഫ്റ്റി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് അവർ റേസിംഗ് നടത്തുന്നത്. അത് കണ്ട് ഈ റോട്ടിലൂടെ വരസുന്നവന്റെ ബോധം ആലോചിച്ചൊക്കെ നിങ്ങൾ ഒന്നൊന്നും ചാരിയാൽ എന്ത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നല്ലപോലെ ചിന്തിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പരലോകമാകണമെന്നും എന്റെ മരണം ഒരു നല്ല മരണമാകണമെന്നും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഞാൻ അതിലേക്കുള്ള ഓരോ സാഹചര്യങ്ങൾ എന്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുവരുമെന്നും എന്ന ബോധ്യത്തോടെ ജീവിച്ചു മരിക്കാനും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവാനും എല്ലാ ഖൈറുകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ശർറുകളിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ടും ജീവിതത്തെ ക്രമീകരിക്കുക. അല്ലാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ധാരാളം അറിവ് നൽകുന്ന അയൽക്കൂട്ടങ്ങളും വിജ്ഞാനവേദികളും നമ്മുടെ ശാഖകളിൽ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും. ഇന്ന് വൈകുന്നേരം 4:30 സഹോദരൻ കുടുംബസാരയിലുള്ള അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ വീട്ടിൽ വെച്ച് അയൽക്കൂട്ടം നടക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾക്ക് തീര് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ എല്ലാം കൃത്യമായി ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും ആ സമയത്ത് അവിടേക്ക് കുടുംബസമേതം എത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പരിചയത്തിലുള്ള ഡോക്ടേഴ്സ്, അതുപോലെ പ്രൊഫഷണൽ രംഗത്തുള്ള എഞ്ചിനീയേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് തീരെ പകർന്നു കൊടുക്കാൻ പ്രൊഫൈൽസ് എന്ന പേരിൽ കടലുണ്ടിയിൽ വെച്ച് അടുത്ത 17-നും 18-നും ഒരു മഹത്തായ പ്രോഗ്രാം വരികയാണ്. നമ്മുടെ പരിചയത്തിലുള്ള അത്തരം പ്രൊഫഷണലുകളെ മുഴുവൻ തീരെത്തിച്ചു കൊടുക്കാനുള്ള ആ ഒരു ശ്രമത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണം. അവർക്ക് ആ വഴി പറഞ്ഞു കൊടുക്കണം, അവരെ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് കൂടെ ഉൾപ്പെടുത്തുകയാണെന്ന്
ഇന്ന് നമ്മുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അകമഴി ആത്മാർത്ഥമായി എല്ലാവരും സഹകരിച്ച് പ്രാർത്ഥിക്കുകയും സ്വതക ചെയ്യുകയും അള്ളാഹുവിന്റെ വലിയ പൊരുത്തവും തൃപ്തിയും നേടാൻ പറ്റുന്ന രൂപത്തിലുള്ള കർമ്മങ്ങളിലൊക്കെ മുഴുകാനും ഇന്ന് വെള്ളിയാഴ്ചയാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ്, സ്വലാത്ത് അധികരിപ്പിക്കേണ്ട ദിവസമാണ്, അൽക്കഹഫ് പ്രത്യേകമായി പാരായണം ചെയ്യുന്ന ദിവസമാണ്. വെള്ളിയാഴ്ചകളുടെ എല്ലാ ഫضലുകളും ചോദിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മനോഹരമായ ഒരു മടക്കയാത്രയും പരലോകത്തെ ഉന്നതമായ വിജയം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകണമേ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. രോഗികൾക്ക് ശിഫ നൽകണമേ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുകയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുകയും ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ ദുരന്തങ്ങൾ നിറഞ്ഞ, അപകടങ്ങൾ നിറഞ്ഞ അവസ്ഥയിൽ നിന്ന്, ആത്മഹത്യകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം ഈമാനുള്ള മരണമാക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ആപത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് കാവൽ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, സ്വർഗ്ഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.